പുള്ളിയുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് എന്ത് ചെയ്താലും അതിനെ വിറ്റ് കാശാണ്. എന്നെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ വിളിക്കും. പുള്ളി ഇട്ടത് സാഗർ ഇലിയാസ് ജാക്കിയുടെ തീം മ്യൂസിക്കാണ്. ഈ പടത്തിൻ്റെ മ്യൂസിക്കിൽ കോൺട്രവേഴ്ഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സംഭവം നടക്കുമ്പോൾ പുള്ളി ചെയ്തൊരു തീം മ്യൂസിക് കറക്റ്റ് ആ സമയത്ത് ഇട്ടു. അനിരുദ്ധ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ചില സമയത്ത് ChatGPT-നെയൊക്കെ ആശ്രയിക്കാറുണ്ട് എന്നുള്ള. അയാളുടെ ഒരു നിഷ്കളങ്കതയാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. കാരണം അയാൾക്ക് അയാളുടെ കഴിവിനെ പേടിയില്ല. ഈ പഴയ സാമ്പിൾസ് എന്തുകൊണ്ട് ഇവരൊക്കെ എടുത്തിട്ടിട്ട് എവിടെ എത്തിയില്ല? കാരണം അത് ഇടേണ്ട അടുത്ത് കറക്റ്റായിട്ട് ബുദ്ധിപൂർവ്വം ഇട്ടാൽ അത് ഏൽക്കും. സാമ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് ഇവരാരും ചെയ്തില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്തത് എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല? അതിനും വേണം ഒരു ബുദ്ധി. അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് പാടിച്ചപ്പോ റെമ്യൂണറേഷൻ കിട്ടുമെന്നാണ് ആദ്യം പുള്ളിക്കാരി ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പുള്ളിക്കാരിക്ക് എന്താ കൊടുത്തത് റെമ്യൂണറേഷൻ? പുള്ളിക്കാരത്തി പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറേ സന്തോഷം വരുന്ന കാര്യങ്ങളാണ് കൊടുത്തത്. അതായത് റെമ്യൂണറേഷൻ കൈനീട്ടം എന്നുള്ള രീതി കൊടുത്തു. കാരണം ആദ്യമായിട്ട് പാടുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് പൃഥ്വി അവിടെ ഓടിച്ച് പോകുന്ന വഴിക്ക് എന്നെ വിളിച്ചു. ഇതൊക്കെ ആയ ഉടനെ തന്നെ എനിക്കൊന്ന് അയച്ചു തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഇപ്പം മല്ലികാൻ്റെ വിളിച്ച് വെച്ചതേ ഉള്ളൂ, മല്ലികാൻ്റെ കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നിട്ട് അയച്ചു കൊടുത്തോ? ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അയച്ചു കൊടുക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം ഇനി ഈ പാട്ട് ഇറക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും എത്തിക്കോളും എന്ന് പറഞ്ഞു. മിൽമ ഗീ വിഷസ് യു എ ഹാപ്പി ഓണം. ഇന്ന് ഓണം സ്പെഷ്യൽ പാട്ടിന്റെ ഒപ്പത്തിൽ എൻ്റെ കൂടെ ഉള്ളത് മലയാളത്തിന്റെ സ്വന്തം ദീപക് ദേവ്. ചേട്ടാ സ്വാഗതം, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇപ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ്? 2025 എന്തൊക്കെയാണ് വിശേഷം? 2025 ഓണ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിലായിരിക്കും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ കണ്ടസ്റ്റൻസും അവിടുത്തെ ജഡ്ജസൊക്കെ ആയിട്ടുള്ളൊരു ഓണമായിരിക്കും. ചെന്നൈയിലെ ഓണം പൊതുവെ എങ്ങനെയാണ്? ചെന്നൈയിൽ ഉണ്ടാവാറില്ലേ അധികം? ചെന്നൈയിൽ പണ്ടൊക്കെ ഞാൻ ചെന്നൈയിലായിരുന്നല്ലോ തുടക്കകാലത്തൊക്കെ. അവിടെ എനിക്ക് തോന്നിയത് നമ്മുടെ നാടിനേക്കാളും കൂടുതൽ നാടിനോട് അറ്റാച്ച്മെന്റ് നാട് വിട്ടിരിക്കുന്ന മലയാളീസിനില്ലേ. പുറം ലോകമുള്ള പോലെ തന്നെ ചെന്നൈയിലും അസോസിയേഷൻസും അങ്ങനത്തെ കാര്യങ്ങളും സെലിബ്രേഷൻസും അങ്ങനത്തെ പല പ്രോഗ്രാംസിന് മലയാളി അസോസിയേഷൻസിന് ഗസ്റ്റായിട്ട് പോകലും അങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ പൂക്കളം, സാധാരണ കാണുന്നതിനേക്കാളൊക്കെ എക്സ്ട്രാ ലാർജ് XXL പറയും, ആ സൈസിലുള്ള പൂക്കളവും അതൊരു ശരിക്കും ഒരു ഈവന്റ് ആയിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ട്. മനസ്സിലെ ഏറ്റവും ഫേവറേറ്റ് ഓണം ഏതാ? കാരണം ജനിച്ചു വളർന്നതും ദുബായിലാണ്, കേരളത്തിലെ ഓണം വളരെ കുറവായിരിക്കുമല്ലോ. നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് ദുബായിലെ ഓണം തന്നെ. കാരണം കുട്ടിക്കാലത്ത് കാണുന്ന പല കാര്യങ്ങളും എപ്പോഴും മനസ്സിലിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ഓണം എപ്പോഴും എനിക്ക് ഒരു എക്സ്ട്രാ സ്പെഷ്യലാണ്. ഞാൻ ക്രോണിക് ബാച്ചിലർ ഓർക്കുമായിരുന്നു, പലപ്പോഴും കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഗീത സംവിധായകൻ അതൊന്നും തോന്നില്ല എന്നാണ്. അതിന് എപ്പോഴും ക്രോണിക് ബാച്ചിലർ സോങ്ങിന്റെ താഴെ കേൾക്കാറുള്ളത്. അത് ആക്ച്വലി എന്താ വെച്ചാൽ ഞാൻ ആ സമയത്ത് കുറേ ആൾക്കാരുടെ കൂടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പം പല ഇന്ത്യൻ ലാംഗ്വേജസ്, അത് ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്ക്, കന്നഡ, മലയാളത്തിലാകെ വിദ്യാജിയുടെ കൂടെ മാത്രമാണ് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ സൗണ്ടിങ്ങിനുള്ള ഒരു എക്സ്പീരിയൻസ് അവരുടെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഒരു പക്ഷെ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മാതിരി തോന്നാതിരുന്നത്. അന്ന് ശരിക്കും മമ്മൂക്കയായിട്ടൊരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു? കാരണം ആദ്യ സിനിമ തന്നെ സിദ്ദിഖ് മമ്മൂക്ക വലിയൊരു കോംബോ ആണ്. ആക്ച്വലി മമ്മൂക്ക എനിക്ക് അതിന് മുമ്പേ അറിയായിരുന്നു. കാരണം കൈരളി ടിവിയുടെ ന്യൂസിൻ്റെ ഫസ്റ്റ് വരുന്ന മ്യൂസിക് ഇല്ലേ, ചെണ്ടയും അതൊക്കെ ഉള്ളത്, അത് ഞാനായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ മമ്മൂക്കയുടെ വീട്ടിൽ പോലും ആ മമ്മൂക്ക എനിക്കത് കാണിച്ചു തരുന്നതും വീഡിയോ കാണിച്ചു തരുന്നതും, കാരണം മമ്മൂക്ക അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ മമ്മൂക്കായിട്ടുള്ളൊരു പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രോണിക് ബാച്ചലർ ഞാൻ ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ എൻ്റെ പാട്ടുകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാണേണ്ട ഒരു ആഗ്രഹത്തിൽ ഞാൻ പോയി ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞിട്ട് പുള്ളി പോയതുപോലെ തന്നെ റിവേഴ്സിൽ നടന്നു വന്നു. തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് ഈ പടത്തിൻ്റെ ഓക്കെ. അപ്പോൾ അതല്ലാതെ നമ്മൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ലേ? നമ്മൾ കൈരളി ടിവിയുടെ അതല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോയി സിദ്ദിഖേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, എടോ താനൊന്നുമല്ല ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, എൻ്റെ മ്യൂസിക്കാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അത് ഓർമ്മയുണ്ടായിരുന്നു എന്ന്, കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം. കുറെ നാൾ വ്യത്യാസം ഉണ്ടായിരുന്നോ? പിന്നെ കുറെ നാളെന്ന് വെച്ചാൽ ഒരു 1.5 കൊല്ലം, 1.5-2 കൊല്ലം. അത് കഴിഞ്ഞിട്ട് കാരണം പുള്ളി എത്ര മുഖങ്ങൾ കാണുന്നൊരു മനുഷ്യനാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഓർത്ത് സിദ്ദിഖേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം
അറിയാം, അതുകൊണ്ട് താനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ക്രെഡിറ്റ് ഒന്നും എടുക്കണ്ട, ഞാൻ ഓൾറെഡി അയാളുടെ സൗണ്ട് പുറത്ത് കേൾപ്പിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ആ മ്യൂസിക് അവർ പിന്നെ അത് മാറ്റാതെ ഇന്ന് വരെ ഇപ്പൊ കൈരളി ടി വി ഇട്ട് കഴിഞ്ഞാലും ന്യൂസിന്റെ മ്യൂസിക് വരുന്ന കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അന്ന് ചെയ്തതാണ്. അതെ അതെ. അതുപോലെ തന്നെ വിജയ് ടി വിയുടെയും ലോഗോ വരുന്നത്. അപ്പൊ അങ്ങനെ പല ചാനൽസിന്റെ എൻഡോസിങ് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു ഒരു എക്സ്പീരിയൻസ് അന്ന്. സിദ്ദിഖ് സാർ തന്നെയാണ് പറയുന്നത് കരിയർ ആക്കി എടുത്തോന്നല്ലേ, ഒരു അമേരിക്കൻ. അതെ 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 അതെ. ഞാനിത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിദ്ദിഖേട്ടനാണ് പറഞ്ഞത് വേറെ ഒരു ജോലിക്കും പോണ്ട, ഇത് തന്നെ മതി. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അപ്പം സിദ്ദിഖേട്ടൻ വർക്ക് ചെയ്യുന്ന പല പല ആൾക്കാരുമായിട്ടല്ലേ, അപ്പം എന്നെ പോലത്തെ ഒരു അന്നെന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 45+ എങ്കിലും ആണെങ്കിലേ മ്യൂസിക് ഡയറക്ടറായിട്ട് ആൾക്കാർ കാണുള്ളൂ. അംഗീകരിക്കണമെങ്കിൽ അഭിപ്രായം വേണം. അതായത് ആ ഒരു എന്തായാലും എല്ലാവരുടെ പേരിലും നമുക്ക് അറിയാലോ മാസ്റ്റർ മാസ്റ്റർ എന്ന് വിളിച്ചിട്ട് ആ ഒരു സീനിയോറിറ്റി ഉള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമോ മലയാളത്തിൽ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ സിദ്ദിഖേട്ടൻ പറഞ്ഞാൽ അതൊന്നുമില്ല, പാട്ട് നല്ലതാണെങ്കിൽ പ്രായം ഒരു വിഷയമല്ല, പക്ഷേ എക്സ്പീരിയൻസ് മസ്റ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ചാണ് ഞാൻ ചെന്നൈ പോയതും എക്സ്പീരിയൻസ് കിട്ടിയതും. അനിരുദ്ധ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഞാൻ ചില സമയത്ത് ChatGPT-നെയൊക്കെ ആശ്രയിക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ കാലത്തെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ ചേട്ടൻ 2000 കാലഘട്ടത്തിൽ ഇവിടെ മലയാളത്തിൽ സിദ്ദിഖ് സാറ് പറഞ്ഞു വരുമ്പോൾ ഈ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അയാൾ ഇവിടെ വേണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ചെന്നൈയിലേക്ക് പോകുന്നൊരു യാത്ര പോലും. അത് ഓരോ കാലഘട്ടത്തിൽ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം പണ്ട് ഞാൻ ചിരി ചിരിയോ എന്നുള്ള പാട്ടിൽ ഷബ ഓ ബല്ലെ ബല്ലെ ഷബ ഹോയ് ഹോയ് എന്നുള്ളൊരു കോറസ് ഉണ്ട്. ഇതും ഒരു സാമ്പിളാണ്, ഇതാരും പഞ്ചാബികൾ പറഞ്ഞതല്ല. അത് നമ്മളൊരു കീ ഞെക്കുമ്പോൾ ഷബ ഓ ബല്ലെ ബല്ലെ ഷബ ഹോയ് ഹോയ് എന്നിട്ട് അതിനെ ഞാനെടുത്ത് ഈ ബീറ്റിൻ്റെ കൂടെ ഇട്ട് ഇതൊക്കെ ചെയ്തു വന്നതാണ്. ഈ സാമ്പിൾ എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പേ ഉള്ള സാമ്പിളാണ്. പഞ്ചാബി പാട്ടുകളിൽ മാത്രം ഇടുന്നത്, കാരണം മലയാളം പാട്ടിലായിരുന്നു ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സാമ്പിൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്ന ലോക്കൽ മ്യൂസീഷ്യൻസ് കേരളത്തിലുള്ളത് പുച്ഛിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞത് പഴയ സാമ്പിൾസാണ്, അതൊക്കെ എടുത്തിട്ടിരിക്കുക. അപ്പം ഈ പഴയ സാമ്പിൾസ് എന്തുകൊണ്ട് ഇവരൊക്കെ എടുത്തിട്ടിട്ട് എവിടെ എത്തിയില്ല? കാരണം അത് ഇടേണ്ട അടുത്ത് കറക്റ്റായിട്ട് ബുദ്ധിപൂർവ്വം ഇട്ടാൽ അത് ഏൽക്കും. സാമ്പിൾസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ചെയ്യാമെന്ന് വിചാരിച്ച് എന്തുകൊണ്ട് ഇവരാരും ചെയ്തില്ല, അല്ലെങ്കിൽ ഇവർ ചെയ്തത് എന്തുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല? അതിനും വേണം ഒരു ബുദ്ധി. അപ്പം AI ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ കംപ്ലീറ്റ് AI ആണെന്ന് വിചാരിച്ചില്ല. കാരണം ഈ AI തന്നെ യൂസ് ചെയ്യാൻ അതിന് വേണം നമുക്കൊരു തല. ഇത് തന്നെയായിരുന്നു പണ്ട് ഞാൻ വന്ന കാലത്തും ഉണ്ടായത്. എല്ലാ കാലത്തും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ടെക്നോളജി മാറി, കംപ്ലീറ്റ് കമ്പ്യൂട്ടറിൽ VST എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് വന്നു. ഇതിൽ നമ്മൾ സ്ട്രിങ്സ് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കണ്ണും പൂട്ടി കേട്ട് കഴിഞ്ഞാൽ ഹോളിവുഡ് മാതിരി തോന്നും. എന്നാൽ ഈ സ്ട്രിങ്സിൻ്റെ കൂടെ നമ്മൾ ലൈവ് വായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും വലുതാവും. നമ്മളൊരു 100 പേരെ വായിപ്പിക്കുന്നതിന് പകരം ഒരു 16 പേരെ ലൈവ് വിളിക്കുക, ബാക്കി ഈ സാധനം ഇടുക. ആ 16 പേര് വന്നാലേ ഇത് വലുതാവുള്ളൂ. ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഒരു ഗിറ്റാർ ആണെങ്കിൽ തന്നെ കീബോർഡിൽ ഒരു ഗിറ്റാർ വായിക്കുന്നതും ഒരു ഗിറ്റാർ ലൈവ് മൈക്ക് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതെല്ലാം വരുമ്പം ആക്ച്വലി ഹയർ റെസൊല്യൂഷനിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ മിക്സ് ചെയ്ത് വരുമ്പം മ്യൂസിക് ഈസ് ബിക്കമിങ് വെരി ബിഗ് ആൻഡ് ഫുൾ ഓഫ് ലൈഫ്. ഈ ബിഗ്നെസ് തോന്നുന്നത് അതിൽ സോളുണ്ട്, നമ്മൾ ഈ വായിക്കുന്ന പോലെ അല്ലാതെ. ചില ആൾക്കാർ പറയും നല്ല പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ വായിച്ചതാണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല, ശരിയായിരിക്കാം. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്യുമ്പം ഇത് നമുക്ക് സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ AI ആയിട്ട് കിട്ടുമ്പോൾ ഇതെല്ലാം കംപ്രസ്ഡ് ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് ചെറുതാകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുമ്പം അതിൻ്റെ വലുപ്പം ഉണ്ടാവും. അത് അറിയണമെങ്കിൽ ആ ലൈവ് എന്നുള്ളൊരു സംഭവം നിൽക്കരുത്, അതൊരു സൈഡിൽ കൂടി പോകണം. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും എന്നാലും മറ്റേതെന്താ എന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവും കാലത്തിനനുസരിച്ച് ഓരോന്ന് വരുന്നതിനെ നമ്മൾ വെറുതെ പേടിച്ച് പുച്ഛിച്ചിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അതൊരു ടൂളായിട്ട് യൂസ് ചെയ്യണം. ഇപ്പം അനിരുദ്ധ് പറഞ്ഞതിൻ്റെ മുകളിൽ കുറേ കോൺട്രവേഴ്സീസ് ഞാൻ കേട്ടു. ഇത്രയും പ്രതിഫലം വാങ്ങുന്ന ഒരാൾ ChatGPT-യുടെ അടുത്തുനിന്നാണോ? അയാളുടെ ഒരു നിഷ്കളങ്കതയാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്. കാരണം അയാൾക്ക് അയാളുടെ കഴിവിനെ പേടിയില്ല, അയാൾ കോൺഫിഡൻറ്റാണ്. അതുകൊണ്ട് അയാൾ പറഞ്ഞു അത് ഒരു ലൈൻ വന്നപ്പോൾ വെറുതെ അടിച്ചു നോക്കി വന്നു. അന്ന് ആ ലൈൻ മാത്രമല്ല ആ പാട്ട്,
Yes. ആ പാട്ടിനെ ആ പാട്ടാക്കിയ കുറേ സാധനം ആ പാട്ടിലുണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു സംഭവം, ഇപ്പോൾ ഒരു സദ്യയിൽ ഒരു ഐറ്റം മാത്രമാണ് ഈ ChatGPT, ബാക്കിയെല്ലാം പുള്ളി ചെയ്ത് ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി ഇത് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ പറ്റുക വെച്ചാൽ എല്ലാവരും ChatGPT ആയിട്ട് ഇരുന്ന് നോക്കും, അപ്പം ആൾക്കാർക്ക് അറിയും അനിരുദ്ധ് പറഞ്ഞതുപോലെ അല്ലല്ലോ. അതെ, ഒന്നും നമ്മൾ വിചാരിക്കുന്ന മാതിരി കിട്ടുന്നില്ല. ആദ്യത്തെ ഒരു 5 or 10 പ്രാവശ്യം നമുക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നും, കാരണം മനുഷ്യനൊന്നും ചെയ്യാണ്ട് വരും. പക്ഷെ 10ാമത്തെ പ്രാവശ്യം നമുക്കൊരു മുഷിപ്പ് തോന്നും. പിന്നെ നമ്മൾ വിചാരിക്കാം അതും ഓക്കെ, ഒരു മനുഷ്യനെ വിളി എന്നിട്ട് ഉണ്ടാക്കിക്ക്. ആർട്ട്, അതായത് കൊണ്ട് ഹ്യൂമൻ സാധനം വരണം. അതുകൊണ്ട് ഇതിനെ ഭയന്നിരുന്നതിൽ കാര്യമില്ല, അത് എക്കാലത്തും വന്നുകൊണ്ടിരിക്കും. നമ്മൾ നമ്മളുടെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. എമ്പുരാന്റെ വിഷയം വന്നപ്പോൾ ഗോപി സുന്ദർ ചേട്ടൻ സപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു പരസ്പരം സപ്പോർട്ടുകൾ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഇടയിൽ കാണാറുള്ളൂ. ഇപ്പം ഈ ഗോപി സുന്ദർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പം ഒരു ചിരി വന്നില്ലേ? ഇത് ഗോപിയുടെ ഒരു പാറ്റേൺ ഉണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാനിത് കണ്ടിരുന്നു സപ്പോർട്ട് രീതിയിൽ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ ഫസ്റ്റ് എന്നെ വിളിച്ചിട്ടല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. എന്നെ ഇന്നേ വരെ ആ ഒരു ഇതിൽ വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആ ഒരു സപ്പോർട്ടിനെ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ടായിട്ട് ഞാൻ എടുക്കുന്നില്ല. കാരണം ആ ഒരു സംഭവം വന്നതിപ്പം ഞാൻ ആ പോസ്റ്റ് പോയി നോക്കി. ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴത്ത് പുള്ളി ഇട്ടത് സാഗർ ഇലിയാസ് ജാക്കിയുടെ തീം മ്യൂസിക്കാണ്. ഈ പടത്തിൻ്റെ മ്യൂസിക്കിൽ കോൺട്രവേഴ്ഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു സംഭവം നടക്കുമ്പം പുള്ളി ചെയ്തൊരു തീം മ്യൂസിക് കറക്റ്റ് ആ സമയത്ത് ഇട്ടു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ചെയ്ത ലാലേട്ടൻ്റെ തീം മ്യൂസിക്കിനെ പറ്റി ഇപ്പോൾ ഓർക്കാനിടയായി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ അതിൽ പറഞ്ഞു നിങ്ങളായിരുന്നു എമ്പുരാൻ ചെയ്യേണ്ടത്. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ പറയരുത്, ഹീസ് മൈ ബ്രദർ. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം വേറെ എന്തൊക്കെയോ ആയിരുന്നു. ഇത് കുറച്ച് ബുദ്ധി, ഈ നാട്ടുകാരും ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ പുള്ളി എഴുതുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് വെരി വെരി ഇമ്മച്ചുവേർഡ്. കാരണം പുള്ളി അതിൽ എഴുതുന്നത് ഞാനായിരുന്നെങ്കിൽ ഡയറക്ടർ പറയുന്നതല്ല കേൾക്കുക, എനിക്ക് തോന്നിയ ആ പടത്തിന് ചേരുന്ന കറക്റ്റ് മ്യൂസിക്കാണ് ചെയ്യുക. അവിടെ പുള്ളി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്നെ കൂടുതൽ ഡാമേജിങ് ആയിരുന്നു. പക്ഷേ ഹീസ് മൈ ബ്രദർ എന്ന് പറയുന്ന ഒരു വാക്കാണ് മീഡിയക്കാരെടുത്ത് ഹീ കംസ് ഇൻ സപ്പോർട്ട് ഓഫ് ദീപക് ദേവ് എന്ന് പറഞ്ഞത്. പക്ഷേ ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ലുക്ക് ലൈക്ക് എ സപ്പോർട്ടീവ് പോസ്റ്റ്. ആ സമയത്ത് അതൊരു അസ്ഥാന പോസ്റ്റായിട്ടാണ് തോന്നിയത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിയനിൽ നിന്നും കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, കമ്പോസേഴ്സ് യൂണിയൻ, ഇതിന് ആക്ഷൻ എടുക്കേണ്ടതല്ലേ, നമ്മളെ ഫ്രെറ്റേണിറ്റിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാനത് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കംപ്ലയിൻ്റ് ഇല്ല. കാരണം ഇത് മാത്രമല്ല, ഇതിപ്പോൾ എന്തായാലും ഒരു കൂട്ടടി നടക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടി പുള്ളിയും കയറി 2 അടി ഇടിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ അത് നടക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ ഇതിന് റിയാക്ട് ചെയ്യുന്നത്? മ്യൂസിക്കല്ലേ കയ്യിലുള്ളത്. അത് പിന്നെ പാട്ടുകളും അടുത്ത വർക്കുകളൊക്കെ വരുമ്പോൾ ശരിയായിക്കോളും. പിന്നെ മാത്രമല്ല ആ സമയത്ത് ഹീസ് ഗോയിങ് ത്രൂ ഈവൻ ബിഗർ കോംപ്ലിക്കേഷൻസ്. പുള്ളിക്ക് മ്യൂസിക് മാത്രമല്ല, അല്ലാത്ത വേറെ കുറേ കലാപരിപാടികൾ കാരണം പുള്ളി തന്നെ ഉണ്ടാക്കി വെച്ച പ്രശ്നമുണ്ട്. ആ സമയത്ത് ശവത്തെ കുത്താനായിട്ട് ഞാൻ ഇറങ്ങുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞത് വിട്ടുകളാം. പിന്നെ പുള്ളിയുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് എന്ത് ചെയ്താലും അതിനെ വിറ്റ് കാശാക്കും. നമ്മളിപ്പോൾ ഒരു പുള്ളിക്ക് യൂണിയനിന് ഒരു മെമ്മോ വലുത് അയച്ചിട്ടുണ്ടെങ്കിൽ ആ മെമ്മോ ആയിരിക്കും അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വരുന്നത്, എനിക്ക് ഇത് അയച്ചു എൻ്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, ലീവ് ഇറ്റ്, അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എന്താ വെച്ചാൽ നോക്കാം. എന്നെ ജെന്യുവൻലി സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നെ വിളിക്കുക, അല്ലേ? തിരിച്ചു വിളിച്ചില്ല, ഇന്നേ വരെ വിളിച്ചിട്ടില്ല. അല്ല, തിരിച്ചു വിളിച്ചു ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളുടെ ഒരു ജനറൽ ഒരു പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അടുത്തുനിന്ന് അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇതും ഇതിൻ്റെ അപ്പുറത്തും ചെയ്യും. അത് എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അത് പുള്ളി തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് റിയാക്ട് ചെയ്യേണ്ട അന്ന് ഇതിപ്പോൾ ഇന്ന് ചോദിച്ചുകൊണ്ട് പറയാം. അന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചിരിച്ചു കളഞ്ഞേനെ. ഇന്നിപ്പോൾ ഇത്രയും സമയം കഴിഞ്ഞു, അതിൻ്റെ ആ ചൂട് കഴിഞ്ഞു. അതുപോലെ പൃഥ്വിരാജുമായിട്ട് പുതിയ മുഖത്തിൽ തൊട്ടുള്ളതല്ലേ നിങ്ങളുടെ കണക്ഷൻ? 3 സിനിമ സംവിധാനം ചെയ്തപ്പോൾ 3ലും ചേട്ടൻ തന്നെ ചെയ്തു, പാടിച്ചു. അങ്ങനെ നമുക്കിപ്പോ അതെപ്പോഴും ഓർക്കുമ്പോ പൃഥ്വിരാജ് ദീപക് ദേവ് ഒരു സൗഹൃദം ഉണ്ടെന്നാണ് പ്രേക്ഷകരൊക്കെ മനസ്സിലാവാറുള്ളത്. പല നിമിത്തങ്ങളാണത് പലതും, പുള്ളിയെ പാടിച്ചതും എല്ലാം. അല്ലാതെ അത് ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളി പാടട്ടെ അങ്ങനെ വിചാരിച്ചല്ലോ. പുള്ളി അത് ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു നല്ല സിംഗറാണ്. പിന്നെ പുള്ളിയുടെ ഫാമിലിയിൽ തന്നെ മ്യൂസിക് ഉണ്ട്. ഇന്ദ്രജിത്തിന്റെ പാട്ട് കേട്ടാൽ അറിയാലോ. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കലും അതൊരു ഡിസേർവിംഗ് അല്ലാത്ത ഒരാളെ കൊണ്ട് പാടിച്ചു എന്ന് തോന്നിയിട്ടില്ല. സൗഹൃദം എങ്ങനെയാണ് നിങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നത്? അതുപോലെ ഈ പ്രൊഫഷണൽ സ്പേസിലും പേഴ്സണൽ സ്പേസിലും ഒരുപോലെയാണോ ഈ പറഞ്ഞ ഒരു സർ ബ്രോ ബന്ധമാണോ? അവിടെ സ്ട്രിക്ട്ലി പ്രൊഫഷണൽ. എനിക്ക് തോന്നുന്നു ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെയും ജീവിതത്തിൽ പേഴ്സണലും പ്രൊഫഷണലും മിക്സപ്പ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ
ആ സക്സസ് മുമ്പോട്ട് കൊണ്ടുപോകാം. അതാണ് പൃഥ്വിരാജും സ്ട്രോങ് ആയിട്ട് ലാലേട്ടനെ പോലെ തന്നെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പൃഥ്വിയുടെ ഡയറക്ഷൻ ചെയ്യുന്ന പടങ്ങളല്ലാതെ പുള്ളി എത്ര പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇന്നേ വരെ ഞാൻ അതിൽ ഒരു പടത്തിൽ പോലും മ്യൂസിക് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്ന പടത്തിൽ പുള്ളിക്ക് എന്നോട് എന്തെങ്കിലും അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ ആണെങ്കിൽ എന്നെ വിളിക്കായിരുന്നല്ലോ. അതായത് ഡയറക്ടേഴ്സിന്റെ തീരുമാനം, അതിൽ പുള്ളി ഇടപെടില്ല. കാരണം ആ ഡയറക്ടേഴ്സിന്റെ ആഗ്രഹമുള്ള ആ കമ്പോസേഴ്സ് വർക്ക് ചെയ്ത ആ കോമ്പിനേഷനിൽ ഒരു റിസൾട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ പുള്ളി ഡയറക്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് എൻ്റെ മുകളിലുള്ളൊരു വിശ്വാസമാണ് എപ്പോഴും പുള്ളിയെ എന്നെ ഡയറക്ഷൻ്റെ സമയത്ത് ആ ഒരു ഇതിൽ വെക്കും. അപ്പോൾ ആ പുള്ളി പ്രൊഫഷണൽ ആയതുകൊണ്ടല്ലേ അത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം നമ്മൾ ചില പാട്ടുകൾ ഉണ്ടാക്കിയാൽ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രോ ഡാഡിയിൽ പുള്ളി ലാലേട്ടൻ്റെ കൂടെ ഒരു പാട്ട് പാടും. പാട്ട് പാടിക്കഴിഞ്ഞ് പുള്ളി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഉടനെ തന്നെ മല്ലിക ആൻറ്റിയുടെ ഫോൺ വന്നു, മോനെ ലാലിൻ്റെ കൂടെ രാജു പാടിയ പാട്ടില്ലേ അതെനിക്കൊന്ന് ഇപ്പം അയച്ചോ, എനിക്കത് കേൾക്കാൻ മുട്ടിയിട്ട് വയ്യാന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആൻറ്റി അയച്ചു തരാം, ഒരു കുഴപ്പമില്ല, ഒന്ന് ശരിയാക്കാനുണ്ട്. കാരണം പാട്ടല്ല, ഓർക്കസ്ട്രേഷനൊക്കെ ഇപ്പോൾ ഒരുമാതിരി ഇരിക്കുകയാണ്, ഒന്ന് മിക്സൊക്കെ ചെയ്ത്. അപ്പം അടുത്ത് പറഞ്ഞു അത് പെട്ടെന്നാക്കി എനിക്കത് കേൾക്കണം. എനിക്ക് ഇന്നേ വരെ ഇപ്പം പാടിയ വേറെ പാട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, ഇത് ലാലിൻ്റെ കൂടെ പാടിയ പാട്ടല്ലേ, അപ്പോൾ എനിക്ക് കേൾക്കാൻ തോന്നുന്നു. അപ്പം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് പൃഥ്വി അവിടെ ഓടിച്ച് പോകുന്ന വഴിക്ക് എന്നെ വിളിച്ചു. ഇതൊക്കെ ആയ ഉടനെ തന്നെ എനിക്കൊന്ന് അയച്ചു തരണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ഇപ്പം മല്ലികാൻറ്റി വിളിച്ച് വെച്ചതേ ഉള്ളൂ, മല്ലികാൻറ്റി കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നിട്ട് അയച്ചു കൊടുത്തോ? ഞാൻ പറഞ്ഞില്ല, അതിപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഒരിക്കലും അയച്ചു കൊടുക്കരുത് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പം ഇനി ഈ പാട്ട് ഇറക്കേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും എത്തിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ എങ്ങനെയാണ്, അമ്മയല്ലേ. എന്നാൽ പുള്ളി പറഞ്ഞു ഞാൻ ഡയറക്ടറാണ് പറയുന്നത്, ഈ കാര്യത്തിൽ നിങ്ങൾ ഡയറക്ടർ പറയുന്നത് കേൾക്കുക, അമ്മയ്ക്ക് ഇപ്പം അയച്ചു കൊടുത്താൽ ശരിയാവില്ല, ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ആ കാര്യങ്ങൾ വരുമ്പോൾ പുള്ളി അമ്മയ്ക്ക് പോലും അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അയച്ചു കൊടുത്തത് വേറെ കാര്യം, പക്ഷെ പുള്ളിയുടെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. പുള്ളി അതെ അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് പുള്ളി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡയറക്ടറിന്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പുള്ളിയുടെ ഒരു വിഷൻ പുള്ളി പറയും. അപ്പം ഞാൻ ഡെഫിനറ്റ്ലി മ്യൂസിക് ഡയറക്ടറായിട്ട് തന്നെ ഇരിക്കും. അവിടെ സുഹൃത്തിൻ്റെ ഒരു സംഭവം വെച്ചിട്ടേ ഒന്നും ശരിയാവില്ല, ഇത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ വിഷൻ മാറിപ്പോവില്ലേ. അപ്പൊ ആ പ്രൊഫഷണലിസം ഞാനും മാനിക്കുന്നുണ്ട്. ഇപ്പൊ ട്രോൾസിലൊക്കെ വന്നിട്ടുള്ള പുതിയ മുഖം മമ്മൂക്ക ഒരു ഇന്റർവ്യൂല് തുടങ്ങിയതാണ് ആ പുതിയ മുഖം, പിന്നെ ഇതുവരെ അത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. അവര് അമർ അക്ബർ അന്തോണിയിൽ വരെ അവർ ഉപയോഗിച്ചു, പിന്നെ രാജേട്ടൻ തന്നെ പല വേദികളിലും ഉപയോഗിച്ചു. ഇപ്പൊ റീസെന്റ് സുരേഷ് കൃഷ്ണ നമ്മുടെ ചതി കൺവിൻസിങ് സ്റ്റാർ ആയപ്പോ മിഴികളിൽ നാണമെന്നുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ഇങ്ങനെ ട്രോളുകളിലൂടെ നമ്മൾ നരൻ, പിന്നെ ഇപ്പൊ നരൻ അതുപോലെ വേറൊരു രീതിയിലും പോകുന്നു. ട്രോൾസിലൂടെ നമ്മുടെ പാട്ടുകൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ കുട്ടികളിലേക്ക് എത്തുക എന്നുള്ളതൊക്കെ എങ്ങനെയാ എൻജോയ് ചെയ്യാറുണ്ടോ? ട്രോളിങ് അല്ലാതെ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് സിനിമാറ്റിക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് റീൽസിലൊക്കെ. അപ്പോൾ ആ പഴയ പാട്ടുകൾ എടുത്തിട്ട് ഏറ്റവും പുതിയ ജനറേഷൻ ആയിട്ടുള്ള 15 ആൻഡ് അബവ് ആയിട്ടുള്ള 20യുടെ അകത്തുള്ള അവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേയുള്ള പാട്ടായിരിക്കാം ഒരു പക്ഷേ 20 വർഷം പഴക്കമുള്ള പാട്ടുകൾ 13-16 വയസ്സുള്ള കുട്ടികളെടുത്ത് ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരിൽ അത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഡാൻസേഴ്സ് ആണെങ്കിലും അവർക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അതിനോട് ഗ്രൂവ് ചെയ്യാൻ തോന്നുന്നത് നമ്മൾക്ക് ശരിക്കും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ആ കാലഘട്ടത്തിന് മാത്രമാണോ എന്നുള്ളൊരു ഭയമില്ല. കാരണം അതിപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ മാത്രം ഉള്ളതല്ല, എല്ലാ കാലത്തേക്കും ഉള്ളത്, ഓൾ ടൈം തന്നെയാണെന്നുള്ളത്. അലങ്കൃത പൃഥ്വിരാജിനെ കൊണ്ട് പാടിച്ചപ്പം റെമ്യൂണറേഷൻ കിട്ടുമെന്നാണ് ആദ്യം പുള്ളിക്കാരി ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പുള്ളിക്കാരിക്ക് എന്താ കൊടുത്തത് റെമ്യൂണറേഷൻ? പുള്ളിക്കാരത്തി പ്രതീക്ഷിക്കുന്നതിനേക്കാളും കുറേ സന്തോഷം വരുന്ന കാര്യങ്ങളാണ് കൊടുത്തത്. അതായത് റെമ്യൂണറേഷൻ കൈനീട്ടം എന്നുള്ള രീതി കൊടുത്തു. കാരണം ആദ്യമായിട്ട് പാടുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. പക്ഷേ ഇപ്പം ഈ റെമ്യൂണറേഷൻ കിട്ടിയിട്ടൊന്നുമല്ല ആ കുടുംബത്തിനൊന്നും നടക്കാനുള്ളത്. എന്നാലും ആ മോള് പാടിക്കഴിഞ്ഞാൽ കയ്യിലൊരു ഇത് വെച്ചു കൊടുക്കുന്നതിലൊരു ഐശ്വര്യം, അതിന് വേണ്ടിയിട്ട് കൊടുത്തു. പിന്നെ അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്, ടോയ്സും പൂക്കളും വായിക്കുന്ന ആളാണല്ലോ, ബുക്സും ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആ കുഞ്ഞു മനസ്സിന് സന്തോഷിക്കാൻ. ഇനി പഠിക്കണം എന്ന് പറഞ്ഞോ എന്നിട്ട് പുള്ളിക്കാരി? ഇല്ല അങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ ഭയങ്കര ക്വിക്ക് ലേണർ ആയിരുന്നു കേട്ടോ, അതൊരു സംശയമില്ല. ഒരു പാട്ട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. രണ്ടുപേരുടെ മക്കളെ അതെ അത് ശരിയാ. ഇയാൾക്ക് ഒരു 4 പേജ് സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാപ്പാഠം പഠിച്ച്
പിന്നെ നോക്കുന്ന പരിപാടി ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരു ലൈൻ പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നെക്സ്റ്റിൽ എനിക്ക് സങ്കടം വരണം, മോള് പാടുന്ന സമയത്ത് ട്യൂൺ കറക്റ്റാ, സങ്കടം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞിട്ട് സങ്കടത്തിൽ പാടി. ഞാൻ പറഞ്ഞു സങ്കടം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വിങ്ങലില്ലേ ഇങ്ങനെ, അപ്പം ഇങ്ങനെ നല്ല ശബ്ദം. ഞാൻ ചോദിച്ചു സങ്കടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സങ്കടപ്പെടുമ്പോൾ കരയില്ലേ, അപ്പോൾ ഒരു ബ്രത്തിൻ്റെ ശബ്ദമല്ലേ, ആ ശബ്ദം കൂടെ ഇടയ്ക്ക് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം സൗണ്ട് എഞ്ചിനീയർ എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി, അതായത് ചേട്ടാ ഇത് കുറച്ച് കൂടുതലല്ലേ ചെറിയ കുട്ടിയുടെ അടുത്ത്. അപ്പം ഞാൻ പിന്നെ ഒന്ന് നോക്കി, കിട്ടുകയാണെങ്കിൽ നല്ലത്. അടുത്ത ടേക്കിന് എംപുരാനെയോ എംപുരാനെ എംപുരാനെയോ എംപുരാനെ എന്ന് പാടി തന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും, അതിലാണ് ഞാൻ ശരിക്കും വാന്ന് തോന്നിയത്. 2 വരിയേ ഉള്ളെങ്കിലും ആ 2 വരിയിൽ ആ മോളുടെ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 2 വരി തന്നെ പാടി വേറൊരുത്തരുണ്ട് അതിൻ്റെ, അത് ആനന്ദ് ശ്രീരാജ്. അവൻ അതോടെ ലൈഫേ കിട്ടി. അവനിപ്പോ നമ്മളൊക്കെ കളിയാക്കിയ എംപുരാനെന്നാ വിളിക്കും, എംപുരാൻ ചേട്ടൻ വിളിക്കും. ആണോ? അത് കേട്ടപ്പോഴേ ഇപ്പം മോന്റെ പാട്ട് ലാലേട്ടൻ്റെ കൂടെ പാടിയതിന് അമ്മയ്ക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണെന്ന് പറഞ്ഞു. അച്ചമ്മ എന്ന് പറഞ്ഞൊരാൾ എന്താ വിളിച്ചിരുന്നോ? ഇല്ല അച്ഛമ്മയുടെ അടുത്ത് ഇതിനേശം ഞാൻ സംസാരിച്ചിട്ടില്ല. മലയാള മോള് പാടിയത് ചോദിച്ചില്ല? ഇല്ല അത് എനിക്ക് തോന്നുന്നത് അമ്മയും മോനും സംസാരിച്ചാണ്. കാവലായി പറഞ്ഞപ്പോഴാണ് ആ പാട്ടിന് വല്ലാത്തൊരു സോളുണ്ട്. അതിൽ ഓരോ ഏരിയ വരുമ്പോഴും നമുക്ക് സ്റ്റീഫൻ മരിച്ചോ എന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. നാട്ടിലേക്ക് രസം എന്താ പറയോ, ഇത് ഇറങ്ങിയ സമയത്ത് എന്തിനീ പടത്തിൽ ഇങ്ങനത്തെ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെറിവിളി ഉണ്ടായിരുന്നു. ഇപ്പം ഹരിത പറഞ്ഞ സംഭവമാണ്, ആ പാട്ടൊക്കെ വളരെ എല്ലാരും പാടി റീലുകളാക്കുന്നു. പിന്നെ ഇതിന്റെ അകത്തുള്ള 4 പാട്ടിൽ 3 പാട്ടും ഇപ്പൊ എല്ലായിടത്തും കേൾക്കാം. അതെ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചതെന്ന് ആൾക്കാർക്ക് കിട്ടും. അതിലേക്ക് ഞാൻ വരായിരുന്നു. കാരണം ആ സമയത്ത് വിമർശനം ഉണ്ടായിരുന്നു. അന്ന് പൃഥ്വിരാജ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, എന്തിനാ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നത്, അത് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വിമർശനമൊക്കെ കെട്ടടങ്ങി, പടം വന്നുപോയി അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ ക്രൂ മൊത്തം, ഇപ്പം രാജേട്ടൻ അടക്കമുള്ളവർ എന്താണ് അന്നത്തെ വിമർശനങ്ങളെ കാണുന്നത്, ഇപ്പോഴത്തെ സ്റ്റേജിൽ ആ പടത്തിന്റെ സക്സസിനെ എങ്ങനെയാണ് കാണുന്നത്? എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പടത്തിൽ ഞാൻ ഇത്രയും നാൾ പല പടങ്ങൾ ചെയ്തിട്ടും കിട്ടിയൊരു റെസ്പോൺസിൽ നിന്നും വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. അതായത് എക്സ്ട്രീം ഇഷ്ടപ്പെട്ട ആൾക്കാരുമുണ്ട്, മറ്റേ സൈഡ് നോക്കുകയാണെങ്കിൽ വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ആൾക്കാരും ഒരേ മ്യൂസിക്കിന്. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനാണ്. ഇത് വർക്കായിട്ടുണ്ടോ ഇല്ലയോ? കാരണം ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഇതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാർ. ഈ സോ കോൾഡ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, ഞാൻ മനസ്സിലാക്കുന്നതും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൽ പൊളിറ്റിക്കലി കുറച്ച് പ്രശ്നം വന്നുകൊണ്ട്, കാരണം ഇതിൽ വരുന്ന പല ആൾക്കാർക്കും ബാഡ് കമൻസ്, ബാഡ് ലാംഗ്വേജസും ഹെയ്റ്റ് കമൻസും ഇടുന്ന ആൾക്കാരുടെ പേഴ്സണൽ ID നോക്കുമ്പം 0 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനു വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങുന്ന ടൈപ്പ് ആൾക്കാർ. അപ്പം ഞാൻ നാച്ചുറലി വിചാരിച്ചു ഇത് പൊളിറ്റിക്കലി ഒരു കണക്റ്റഡ് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ പ്രശ്നം ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല, അവരുടെ പ്രശ്നം ഈ പടത്തിൻ്റെ വേറൊരു സെക്സ് പൊളിറ്റിക്സ് ആണ്. അപ്പം ആ സംഭവം ഉള്ള സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോയതാണ്. ഇത് ജെന്യുവിൻ ഫാൻസ് ഇല്ലേ, അവർക്ക് വേണ്ടുന്നത് ഖുറേഷി അബ്രാമിനെ അല്ല, സ്റ്റീഫനെയാണ് വേണ്ടുന്നത്. സ്റ്റീഫൻ വന്നാൽ മാത്രമേ നമുക്ക് അതുപോലത്തെ സാധനങ്ങൾ, അവരാഗ്രഹിക്കുന്ന പോലത്തെ ലൂസിഫറിൽ കൊടുത്ത സാധനങ്ങൾ വരുള്ളൂ. അത് ഈ പടത്തിൽ വന്ന ഒരു സ്ഥലം ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് ഇൻഫാക്റ്റ് ആ സ്ഥലം വന്നപ്പം നമ്മൾ പുതിയ കുറേ അതുപോലത്തെ സാധനങ്ങൾ ചെയ്തപ്പോഴും പൃഥ്വി പറഞ്ഞില്ല ഇവിടെ വേണ്ടുന്നത് നൊസ്റ്റാൾജിയാണ്. ആ കടവുള പോലെയുടെ നൊസ്റ്റാൾജിയ കിട്ടുന്ന അതേ സാധനം തന്നെ ഇടണം. കാട്ടില് ജംഗിൾ പൊളി. അപ്പൊ ആ പടത്തിൽ വന്ന ആ ഗിറ്റാറും അതുപോലത്തെ റാപ്പും വേണമെങ്കിൽ കുറച്ച് മാറ്റിക്കോ, പക്ഷെ എനിക്ക് അതുപോലെ തന്നെ ഇരിക്കണം. ഇത് വർക്കൗട്ടാണ് തിയേറ്ററിൽ, നോക്കിക്കോ. അപ്പം ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പുതിയൊരു സാധനം വേണ്ട. ചില സമയത്ത് നൊസ്റ്റാൾജിയ വർക്ക്സ് ലൈക്ക് മാജിക് എന്ന് പറഞ്ഞ് അവിടെ പുള്ളി എടുത്ത ആ ജഡ്ജ്മെന്റ് 100% ബാങ് ഓൺ ആയിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ മൊമെന്റ്സ് ആ പടത്തിൽ വേറെ അധികമില്ല. ഇത് സ്റ്റീഫന്റെ കഥ പറയുന്ന ഒരു കഥയായിരുന്നില്ല, അതായിരുന്നു ആൾക്കാരുടെ പ്രശ്നം. അപ്പൊ പറഞ്ഞു വരുമ്പം നമുക്ക് കിട്ടിയ ഒരു എഡിറ്റിൽ ആ പേസിൽ കൊടുക്കേണ്ട സാധനം അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് എക്സാമ്പിളാണ് പടം ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ഉള്ള ഇൻ്റർവ്യൂസിൽ
ഇതിനെപ്പറ്റി പല ആൾക്കാർ ചോദിച്ചപ്പം പൃഥ്വി പറയുന്ന പല വീഡിയോസ് കാണാം, അതെ അതെ ഹൈദരാബാദിലോ പുറത്തു കൊടുത്ത് ഉദ്ദേശിച്ചു. അതിൽ പുള്ളി പറഞ്ഞത് ദീപക് ദേവിൻ്റെ ഏറ്റവും ബെസ്റ്റ് എനിക്ക് ഇതുവരെ തന്നതിൽ വെച്ചിട്ടുള്ള വർക്കാണിത്. നിങ്ങൾ പടം ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പുള്ളി പറയണമെങ്കിൽ അത്രയ്ക്കും പുള്ളി ഇഷ്ടപ്പെട്ടൊരു സാധനം, പുള്ളി കോൺഫിഡൻ്റ് ആണല്ലോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു എൻറ്റയർ പടം ട്രീറ്റ് ചെയ്ത രീതി ആയിരിക്കാം ഒരു പക്ഷേ ആൾക്കാർക്ക് പ്രശ്നമായിട്ട്. മ്യൂസിക്കിൻ ആ എൻറ്റയർ പടത്തിന് കൊടുത്തൊരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് വെച്ച് ഇപ്പോൾ കുറേശ്ശി വരുമ്പോൾ നമുക്ക് ചേണ്ടാടി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം ഡെഫിനറ്റ്ലി അതിൻ്റെ മേക്കേഴ്സും മേക്കേഴ്സ് എന്ന് പറയുന്നത് ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ എല്ലാവരും അവർ ചിലപ്പോൾ അവർ ആ കൺസീവ് ചെയ്ത രീതിയിലേ ഉണ്ടായ ഒരു ചേഞ്ച് ആയിരിക്കാം. പിന്നെ അത് പൃഥ്വി എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇത് ലൂസിഫറായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പക്ഷേ എഗെയിൻ നമുക്ക് ഫാൻസിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇപ്പം ഇത്ര മാത്രം കമൻറ്റ്സ് എഴുതിയെങ്കിലും എനിക്ക് വിഷമമില്ല, കാരണം അവർ എഴുതുന്നത് അവർ മീൻ ചെയ്തുകൊണ്ടല്ല എഴുതുന്നത്. വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ തെറി വിളിക്കുകയാണെങ്കിൽ ഞാൻ കാണുന്നത് ഇപ്പം ഒരു കോളേജിൽ 2 ഫ്രണ്ട്സ് കണ്ടാൽ തന്നെ എന്താടാ ഡാഷ് എന്ന് ചോദിക്കും. ആ ഡാഷിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്, കൊളോക്കിയലായിട്ട് അവർ പറഞ്ഞു പോവുക. ഞാൻ എന്തിനിത് ഹാർട്ടിലെടുക്കണം? കാരണം എനിക്ക് എൻ്റെ ജോലി അറിയാം, ഞാൻ ചെയ്തിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇവിടെ വർക്കൗട്ട് ആയിട്ടില്ല. ഡയറക്ടറും ഞാനും കണ്ടൊരു സംഭവം, അപ്പം അത് വർക്കൗട്ട് ആയിട്ട് നെക്സ്റ്റ് ടൈം ഓക്കെ വിൽ ഡു ഇറ്റ്, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ മുകളിൽ നമ്മൾ കൂടുതൽ ഇയാളെ ഇതാണ് അതാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ കാര്യമില്ല. ഞാൻ ആ ഒരു സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ആന്നി ചേട്ടൻ എൻ്റെ അടുത്ത് അതിനെ പറ്റി ഒന്നും പറയാൻ തന്നെ ആസ് എ പീസ് ഓഫ് ആർട്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പക്ഷേ ഡിഡ് ഇറ്റ് കേറ്റർ ടു എവ്രിബഡി ഈക്വലി എന്ന് ചോദിച്ചാൽ മേ ബി നോട്ട്. പക്ഷെ ഇഷ്ടപ്പെട്ടവർക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഈ കോൺട്രവേഴ്സീസ് കേട്ട് കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മ്യൂസിക്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, നിങ്ങൾക്ക് അത് പ്രശ്നം തോന്നിയില്ല, പക്ഷെ പ്രശ്നം തോന്നുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന്. കാരണം അവർ പ്രതീക്ഷിച്ച ടൈപ്പ്. പിന്നെ ഇതിൻ്റെ ട്രെയിലറിൻ്റെ മ്യൂസിക്, ട്രെയിലറിൻ്റെ എഡിറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഭയങ്കര ഫാസ്റ്റ് മൂവിയും, പക്ഷെ അതല്ല ആക്ച്വലി മൂവിയുടെ പേസ്. അപ്പം ആ ട്രെയിലറിൻ്റെ സ്പീഡിലുള്ള എഡിറ്റും ആ ഒരു മൂവിക്കും ആ മ്യൂസിക് കറക്റ്റായിട്ട് വേറെ ടൈപ്പ് മ്യൂസിക്കാണ് ചെയ്തത്. അപ്പം ഞാൻ പൃഥ്വിയുടെ അടുത്ത് വെച്ചു, പൃഥ്വി ഇവിടെ നമ്മൾ മ്യൂസിക് മാറ്റുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്, നമ്മൾ പടത്തിൽ ഇതല്ലല്ലോ ചെയ്തിട്ടുള്ളത്. പുള്ളിനല്ല അത് നോക്കണ്ട, ട്രെയിലറായിട്ട് കണ്ടാൽ മതി, ട്രെയിലറിൻ്റെ പേസിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞു. ട്രെയിലർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര റെസ്പോൺസായിരുന്നു. അപ്പോഴേ എനിക്ക് കൂടുതൽ ടെൻഷനായി. പുള്ളിനില്ല, അത് പടം കണ്ടു തുടങ്ങുമ്പോൾ, ആ കഥ വന്നു തുടങ്ങുമ്പോൾ ആൾക്കാർ ആ മൈൻഡ് സെറ്റിലേക്ക് പൊക്കോളും എന്ന് പറഞ്ഞു. പിന്നെ ട്രെയിലറിൻ്റെ മ്യൂസിക് എവിടെയെങ്കിലുമൊക്കെ പടത്തിൽ യൂസ് ചെയ്യണമെങ്കിൽ ആ സ്പീഡിലുള്ള സംഭവം അല്ല കഥ പോകുന്നത്. ഇത് ഞാൻ ഒരിക്കലും ഒരു എഡിറ്ററിനെയോ അല്ലെങ്കിൽ അത് വേറെ ഒരു കാര്യത്തിന് ബ്ലെയിം അല്ല, ഇറ്റ്സ് എ ഫാക്ട്. അസ്രയേൽ ഇനി അടുത്ത പാർട്ട് അസ്രയേൽ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അസ്രയേൽ എന്ന് പറയുന്നത് അടുത്ത പാർട്ടിന്റെ പേരാവണമെന്ന് നിർബന്ധമില്ല. ലൂസിഫറിന്റെ ലാസ്റ്റ് വാക്ക് എമ്പുരാനായിരുന്നു. അത് ഇതിന്റെ തുടക്കമായി. ഇതിന്റെ ലാസ്റ്റ് വാക്ക് അസ്രയേൽ എന്ന് പറഞ്ഞാണ് നിർത്തുന്നത്. ഒരു പക്ഷേ അസ്രയേൽ ആവാതിരിക്കാം. എന്റെ മനസ്സ് അസ്രയേൽ ആവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പാർട്ട് ഉണ്ടെങ്കിൽ അതിൽ സ്പെസിഫൈ ചെയ്ത ആ പാട്ട് ചെയ്യാന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിട്ടാണല്ലോ അത് ചെയ്യുന്നത്. ഏത് അസ്രയേൽ എന്നുള്ള വേർഡിനെയും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയല്ലേ ആ പാട്ട് അങ്ങനെ സെറ്റ് ചെയ്ത്. അതെ അസ്രയേൽ എന്നുള്ളത് മേ ബി അത് ഞാനായിട്ടത് ഇൻഫോർമലി അത് പറയുന്നത് ശരിയല്ല, പക്ഷെ മേ ബി